നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, അവർ നോ കോൺടാക്റ്റിൽ പോകുന്ന സമയത്തുള്ള അവരുടെ ഓവറോൾ എനർജി എന്തായിരുന്നു, പിന്നെ എന്ത് സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് നിങ്ങൾ തമ്മിൽ, പിന്നെ അവരുടെ ആ സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തായിരുന്നു, പിന്നെ അവർ എന്ത് ആക്ഷനാണ് ആ സമയത്ത് എടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് അവരുടെ പാസ്റ്റ്, നിങ്ങളോടുള്ള നോ കോൺടാക്റ്റിൽ പോകുന്ന സമയത്തുള്ള ഓവറോൾ എനർജിയാണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് എടുക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മാറ്റി വയ്ക്കാം. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഭഗവാനെ, ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. രണ്ട് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിവൈൻ ഇൻ്റർവെൻഷൻ, പിന്നെ ഉള്ളത് എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു കാര്യം നടത്താനുണ്ട്, അത് പക്ഷേ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അത് ഒരു കാർഡ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ ലൈഫിൽ കുറച്ച് ഡിസിപ്ലിൻ കൊണ്ടുവരണം എന്ന് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞ ഒരു വേ ഓഫ് ലിവിങ് ആണ്. ഭക്ഷണക്രമം, എക്സസൈസ്, ബ്രീതിങ്. അപ്പോൾ മാനസികവും ശാരീരികമായ ഒരു സന്തുലനാവസ്ഥ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ആ സമയത്തുള്ള ഓവറോൾ എനർജി, നോ കോൺടാക്റ്റിൽ പോകുന്ന സമയത്തുള്ള ഓവറോൾ എനർജി, ഒരു ഡിസിഷൻ എടുത്ത് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ പേഴ്സൺ. വളരെ കൺഫ്യൂസ്ഡ്. കുറേ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഈ തീരുമാനം ഈ പേഴ്സൺ എടുത്തത് എന്നാണ് പറയുന്നത്. പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ ചിന്തിച്ചു, അവസാനമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് നോ കോൺടാക്റ്റിലേക്ക് പോകാനുള്ള. അതും ഏത് ചൂസ് ചെയ്യണം, പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് തീരുമാനമെടുത്തത് വളരെ ആലോചിച്ചതിന് ശേഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡിസ്കണക്ഷൻ വന്നിട്ടില്ല, റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ടില്ല ഈ പേഴ്സൺ. മനസ്സിലായോ? രണ്ട് ഓപ്ഷനിൽ ഒരെണ്ണം ചൂസ് ചെയ്തു. അപ്പോൾ ഇതൊരു പെൻഡിങ്ങിൽ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വിക്ടറി ഉണ്ട്, അത് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് ഈ പേഴ്സൺ. എന്തോ ഒരു കാര്യത്തിനൊരു വിജയം വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഒരു തീരുമാനമെടുത്തത്. ഇവിടെ സ്കോർപിയോ ആണ് കാണിക്കുന്നത്, സ്ട്രോങ് ആയിട്ട്. നമുക്കിത് മുമ്പോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം, എന്തായിരുന്നു ഈ പേഴ്സൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ പേഴ്സൻ്റെ ആ സമയത്ത് നോ കോൺടാക്റ്റിൽ പോകുന്ന സമയത്തുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു? നിങ്ങളുടെ പേഴ്സൺ നോ കോൺടാക്റ്റിൽ പോകുന്ന സമയത്തുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു? പോസിറ്റീവ് കാർഡ്സിൻ്റെ ഒരു നെഗറ്റീവ് കാർഡ് വരുന്നുണ്ടോ? അപ്പോൾ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള
ഒരാളായിരുന്നു. അപ്പോൾ ജനിച്ച് വളർന്ന സാഹചര്യം കൊണ്ടായിരിക്കാം അത്ര വിശാല മനസ്സുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആയിരുന്നില്ല ഇത്. അതുപോലെ തന്നെ വളരെ ഡിസാറ്റിസ്ഫാക്റ്റഡ്, അപ്പോൾ കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു പേഴ്സണ്. അതിനോടൊന്നും അങ്ങോട്ട് എത്തിയില്ല, ആ ഒരു സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായതുകൊണ്ടാണ് ഒരു സ്റ്റക്ക് എനർജി പോലെ വന്നതുകൊണ്ട് ഭയങ്കര റെസ്റ്റ്ലെസ് ആയി, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി റിലേഷൻഷിപ്പ്. അപ്പോൾ ആ സമയത്ത് ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അങ്ങനെയാണ് നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നത്. ഒരു വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരുന്നു, വളരെ സീരിയസ് ആയ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ആയിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച അത്രയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പേഴ്സണൽ ഹാപ്പിനെസ് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത പോലെ, ഒരു ഹാർട്ട് ബ്രേക്കിലൊക്കെ വന്ന പോലെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് എടുത്തതാണ് ഈ പേഴ്സൺ. ആ സമയത്ത് വലിയൊരു ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ടവർ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ അറിഞ്ഞും അറിയാതെയും പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർ എങ്ങനെയാണ് എടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തോ ചെയ്തപ്പോൾ, എന്താ നിങ്ങളുടെ പെരുമാറ്റത്തിലോ നിങ്ങളുടെ സംസാരത്തിലോ. എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന, 10ാം ക്ലാസ് ആണോ +1 ആണോ എനിക്ക് ഓർമ്മയില്ല, ആ സമയത്ത് ഒരു പയ്യനെ ഇവൾക്ക് ഇഷ്ടമായി. എന്നിട്ട് ഈ പയ്യനെ ഒരു ദിവസം അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൂടി ഇവളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, ആ കുട്ടിയുടെ പയ്യൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ അതിലൊരു പയ്യൻ പറഞ്ഞു, ആ പയ്യൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവളുടെ ഡാഡിയുടെ നമ്പർ കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം. അപ്പോൾ ഇവൾ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഡാഡിയെ വിളിച്ച് സംസാരിക്കും കല്യാണത്തിൻ്റെ കാര്യം. അപ്പോൾ എടുത്ത വായിക്ക് ഇവൾ പറഞ്ഞു, ഇയാളെയോ വേറെ പണിയില്ല, ഇവൾ എന്തുകൊണ്ടാണ് ഈ അങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, അവൾക്ക് തന്നെ മനസ്സിലായില്ല. എന്തായാലും റിലേഷൻഷിപ്പ് കുളമായി. പിന്നെ അവളോട് ഭയങ്കര സഹതാപം, ഞാൻ ചെയ്തത് ശരിയല്ല, ഇവൻ്റെ പുറകെ കുറേ നടന്നു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ആ റിലേഷൻഷിപ്പ് ആ ഒരു ഒറ്റ സെൻറ്റൻസിൽ തീർന്നു. അപ്പോൾ അവൾ ഉദ്ദേശിച്ചില്ല, അവൾ കുട്ടിയാണ്, അത് മെച്യൂരിറ്റി ഇല്ലല്ലോ ആ സമയത്ത്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ വാക്കുകൾ യൂസ് ചെയ്യുന്നതും അത് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി. എന്നുവെച്ചാൽ അവൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞത് ആകെ മൊത്തം കുളമായത് എന്തായാലും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും അത് ചിലപ്പോൾ മറ്റുള്ളവർ നെഗറ്റീവായിട്ട് എടുക്കും, അല്ലെങ്കിൽ ഭയങ്കര ഇൻസൾട്ടിങ് ആയിരിക്കും, നമ്മളത് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിച്ച പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഇവിടെ സ്കോർപിയോ കാണുന്നത്. അപ്പോൾ സ്കോർപിയോ ഭയങ്കര സെൻസിറ്റീവാണ്. സ്കോർപിയോ ആവണമെന്നില്ല നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, എനിക്കറിയില്ല സ്കോർപിയോ ഉണ്ടോ എന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു ഭയങ്കര, ഇവിടെ 2 സ്കോർപിയോ, അപ്പോൾ സ്ട്രോങ് സ്കോർപിയോ ഉണ്ടാവണം ഇവിടെ. അവർ ഭയങ്കര സെൻസിറ്റീവാണ്, മനസ്സിലാവും. നമുക്ക് ഒരിക്കലും അവരോട് സോറി പറഞ്ഞ് അവർ തിരിച്ച് ചെല്ലാൻ പറ്റില്ല, മാക്സിമം പറ്റില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവർ കുറച്ചും കൂടെ മെച്യൂർഡ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നാലായി. പക്ഷെ എന്നാലും മനസ്സിൽ അവർ കൊണ്ടു നടക്കും അത്. അതിപ്പോൾ ഇവിടെ കാണിക്കുന്ന കാപ്രിക്കോൺ ഉണ്ട്, ജെമിനായി ഉണ്ട്, സ്കോർപിയോ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ പോയത്. വളരെയധികം നിങ്ങൾ സംസാരത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തോ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഹേർട്ടായി, മനസ്സിലായി. ആ പേഴ്സൺ പണിതുയർത്തിയ ഒരു കൊട്ടാരം അങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ പോലെ ആയിപ്പോയി. ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്ക്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ അതാണ് സിറ്റുവേഷൻ. ആ സമയത്താണ് ഈ പേഴ്സൺ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണ് പല ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളോട് കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നിരിക്കാം. പക്ഷെ നിങ്ങൾ പ്രവൃത്തി ഈ പേഴ്സണ് നിങ്ങളിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളോടുള്ള സമയത്തുള്ള പേഴ്സണൽ ഫീലിങ്സ് എന്തായിരുന്നു? ഹാർട്ട് വേണ്ടാണ്, 10 of Swords ആണ് വന്നിരിക്കുന്നത്. ഹാർട്ട് ബ്രേക്ക് ഭയങ്കര ഇതായപ്പോൾ നിങ്ങളതങ്ങോട്ട് ഇട്ട് കളഞ്ഞ പോലെ. പേഴ്സൺ കുറേ പ്രതീക്ഷ ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ. പക്ഷേ നിങ്ങൾ ആ ഒരു വാക്കിൽ നിങ്ങൾ എന്തോ ഇത് ചെയ്ത കാര്യത്തിൽ നിങ്ങൾ അതങ്ങോട്ട് റിലേഷൻഷിപ്പ് ആ പേഴ്സൺ ഭയങ്കരമായ ഹാർട്ട് ബ്രേക്കാണ് കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു നിമിഷം കൊണ്ട് ഒരു ഭയങ്കര സ്ട്രോങ് ആയതേ 2 of Cups റിവേഴ്സ് വന്നേക്കുന്നുണ്ടോ, സ്ട്രോങ് ആയ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാൾ ആ നിമിഷം നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്, മനസ്സിലായോ? ഇപ്പോൾ വെർഗോ, ഏറീസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് അറിയില്ല. എന്തായാലും
കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് കുളമാക്കിയത്. മനസ്സിലായോ? പിന്നെ ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനേ നോക്കിയില്ല. നിങ്ങൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഈ പേഴ്സൺ ഒരു തരത്തിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചില്ല ഈ പേഴ്സൺ. അതാണ് കാണിക്കുന്നത്. ഏരീസ് എംപററാണ് കാണിക്കുന്നത്. പിന്നെ ഈ പേഴ്സൺ ഭയങ്കര സ്ട്രോങ് ആയി. മനസ്സിലായി? അതുവരെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാണിച്ചിരുന്ന ആൾ നേരെ റിവേഴ്സായി. പക്ഷെ നിങ്ങളെ എന്നാലും പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ ഈ പേഴ്സൺ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ, നിങ്ങളായിട്ട് അകന്ന് നിൽക്കുമ്പോഴും. പക്ഷേ ഒരു പ്രതികാര ചിന്തയുള്ള ഒരാളാണ്. ഒരിക്കലും ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല എന്ന് വിചാരിച്ച ഒരു എനർജിയാണിത്. അതായിരുന്നു നിങ്ങളോടുള്ള ആ സമയത്തുള്ള പേഴ്സണിൻ്റെ ഇവരുടെ സ്നേഹം. ശരിക്കും പറഞ്ഞാൽ 2 ഓഫ് കപ്സ് ആയിരുന്നു. അത് അങ്ങനെ തന്നെ തകിടം മറിഞ്ഞ് തിരിഞ്ഞു വന്നത് കണ്ട ആ ഒരു നിമിഷത്തിൽ ആ റിലേഷൻഷിപ്പ് പോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഏരീസ് വെർഗോ ആണ് കാണിക്കുന്നത്. എന്ത് ആക്ഷനാണ് പിന്നീട് ആ പേഴ്സൺ എടുത്തത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്? എന്ത് ആക്ഷനാണ് എടുത്തത്? ഡിസ്ഹാർമണി കണ്ടോ? ആ കണക്ഷൻ കംപ്ലീറ്റ് വിട്ട് കളഞ്ഞത് നോക്ക്. പിന്നെ ഈ പേഴ്സൺ സ്വന്തം കാര്യത്തിലാണ് നോക്കാൻ തുടങ്ങിയത്. ഹെറഫാൻഡ്. പിന്നീട് ഈ പേഴ്സൺ പോയി കല്യാണം കഴിച്ചു എന്ന് തോന്നുന്നുണ്ട് വേറെ ആരെയോ കേട്ടോ. നിങ്ങളോടുള്ള വാശിയിലായിരിക്കാം വേറെ ആരെയോ വിവാഹം കഴിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ. ആ ആക്ഷനാണ് എടുത്തത്. നിങ്ങളോടുള്ള വാശിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏതോ ഒരു ആളെ വിവാഹം കഴിച്ചു. നിങ്ങളോടുള്ള കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നതൊക്കെ ഈ പേഴ്സൺ കള്ളത്തരന്നൊക്കെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവാണ് ചെയ്തത്. നിങ്ങളുടെ ഫ്രണ്ടിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് നിങ്ങളോടൊരു പ്രതികാരം പോലെയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനൊരു ആക്ഷനാണ് ഈ പേഴ്സൺ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി ആയിരുന്നിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട് ആരോ കാര്യോ കാരണോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെയാണ് ഈ പേഴ്സൺ വിവാഹം കഴിച്ചിരിക്കുന്നത് കേട്ടോ. ആ റിലേഷൻഷിപ്പിൽ നിന്ന് അത് സീരിയസ് ആയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതാണ് ഉണ്ടായത്. ആ വിവാഹം കഴിച്ചു, നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞു. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ വിവാഹം കഴിഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ വിവാഹം നടന്ന് കാണും. നിങ്ങളുടെ ഫ്രണ്ടിനെ ആണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഫ്രണ്ടിനോടും നോ കോണ്ടാക്ട് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിനോട് നിങ്ങൾ മിണ്ടുന്നുണ്ടാവില്ല. ചതിച്ചതുപോലെ ആയില്ലേ? അപ്പം അതാണ് റീഡിങ്. ഓക്കെ. ഇവിടെ സോഡിയാക് സൈൻ ടോറസ് ലിയോ. ബാക്കി ഞാൻ സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞതാണ്. ഭഗവാനേ, ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ റീഡിങ്, ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നോ കോണ്ടാക്റ്റിലേക്ക് പോയത്, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒരു പൂച്ചക്കുട്ടി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ടിൻറ്റു അവൻ കൂർക്കം വലിക്കും, ശ്വാസം മുട്ടുണ്ടോ പാവം. ഓക്കെ ഭഗവാനെ. അപ്പോൾ നിങ്ങൾക്കുള്ള ഓറക്കിൾ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. ഇത് നന്ദിയാണ്. അറ്റൈൻ സക്സസ് ത്രൂ സ്പിരിച്വൽ പെർസൂട്ട്സ് ആൻഡ് പേഷ്യൻസ്. അപ്പോൾ സ്പിരിച്വലി കുറച്ചും കൂടെ നമ്മൾ അവെയർ ആവണം. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ സ്പിരിച്വൽ ആവണം. അതുപോലെ തന്നെ കുറച്ചും കൂടെ ക്ഷമ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ഷമയില്ലാത്ത കുറച്ച് എനർജീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റിൽ അല്ല എനർജി നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ അബാൻഡനിങ് എനർജിയാണ്. ഒരാൾ രാത്രി ആരോടും പറയാതെ ഇറങ്ങി പോവുകയാണ് കണ്ടോ. നോ കോണ്ടാക്റ്റിലേക്ക് പോയത് നിങ്ങളോട് പറയാതെയാണ് ഈ പേഴ്സൺ പോയത്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ പേഴ്സൺ പോയി എന്ന കാര്യം. ഇത് ഭയങ്കര കഷ്ടമാണ് അല്ലേ. ഒരൊറ്റ സമയം കൊണ്ട് മുങ്ങിക്കളഞ്ഞു. ഇതാണ് ഉണ്ടായത്. നിങ്ങളോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ മദർ ഓഫ് കപ്സ് ക്ലാരിഫിക്കേഷനാണ്. മദർ ഓഫ് കപ്സും
നൈറ്റ് ഓഫ് വാൻസും ഉണ്ട്. നൈറ്റ് ഓഫ് വാൻസ് ഒരു പ്ലെയർ എനർജിയാണ്, ഭയങ്കര അഡ്വെഞ്ചർ ലവിങ് ഒരു എനർജിയാണ്. അങ്ങനെ ഇമോഷണലി ആരോടും അറ്റാച്ച്ഡ് ഒന്നുമല്ല ഈ പേഴ്സൺ. പക്ഷേ ഇവിടെ ഒരു മദർ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ് ആണ് മദർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഭയങ്കരമായ സ്നേഹം. അപ്പോൾ ഒരു ഭയങ്കരമായ സ്നേഹത്തിൽ നിന്നാണ് ഈ പ്ലെയർ എനർജി ആയിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ പേഴ്സണ് നിങ്ങളുടെ സ്നേഹം ഈ പേഴ്സൺ ഒരു ഭാരമായിട്ട് മാറിയിട്ടുണ്ടാവണം. കാരണം നമ്മൾ തമാശയ്ക്ക് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ ഒരാൾ നമ്മളോട് ഭയങ്കര സ്നേഹം അതൊരു ഗിൽറ്റി ഇതിലേക്ക് വരും. ഇതെങ്ങനെ ഞാൻ ഈ സ്നേഹം തിരിച്ചു കൊടുക്കും? കാരണം ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല റിലേഷൻഷിപ്പിലേക്ക് വന്നത്, അല്ലേ? അപ്പോൾ എന്നിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ്. ഇതെങ്ങനെ ഞാൻ നിങ്ങളോട് എങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് പറ്റില്ല, സീരിയസ് ആവാൻ പറ്റില്ല, കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എന്ന് നിങ്ങളോട് എങ്ങനെ പറയും? അതുകൊണ്ട് നിങ്ങളോട് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയൊരു എനർജിയാണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. എന്തായിരുന്നു അവരുടെ ആ സമയത്തെ സിറ്റുവേഷൻ? ഷഫിൾ ചെയ്യുന്നില്ല. ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ നോ കോൺടാക്റ്റിൽ പോയ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? നോ കോൺടാക്റ്റിൽ പോയ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഈ പേഴ്സൺ. പിന്നെ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന സമയമായിരുന്നു ആ പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, മനസ്സിലായോ? ഫ്രണ്ട്സ് കം ബെനിഫിറ്റ്സ്, ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പ്. നിങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കാം. പക്ഷേ ആ സമയത്ത് ഈ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് ആയപ്പോൾ ഒരാൾ താങ്ങായി. പക്ഷേ ആ ആളോട് നമുക്കൊരു റീബൗണ്ട് റിലേഷൻഷിപ്പാണത്. അത് മെജോറിറ്റി സമയം സക്സസ്ഫുൾ ആകില്ല. കാരണം നമ്മളൊരു കച്ചിത്തിരുമ്പ് കാണുമ്പോൾ കയറി പിടിക്കുന്നതാണത്. അപ്പോൾ അത് സക്സസ്ഫുൾ ആകുക വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ നോർമലായിട്ട് വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ്റെ ആവശ്യമില്ലാണ്ടാവും നമുക്ക്. അതാണ് മെജോറിറ്റി സിറ്റുവേഷൻ. അപ്പോൾ അതുപോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ പേഴ്സൺ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ സമയത്ത് ഭയങ്കര ക്രൂവലായിരുന്നു, ഭയങ്കര കോൾഡായിരുന്നു, ഒട്ടും വാം ആയിരുന്നില്ല നിങ്ങളോട്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളൊരു സപ്പോർട്ടായി എന്ന് മാത്രം, അതായിരുന്നു സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ ഈ പേഴ്സണ് ഒരു എന്താ പറയുക, ഒരു കരയാനുള്ളൊരു തോളായിട്ട് മാറി, ഒരു ഷോൾഡറായിട്ട് മാറി. അപ്പോൾ ഈ പേഴ്സൺ പഴയ കാര്യങ്ങൾ തന്നെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഈ പേഴ്സൺ വന്നത് ഒരു തണലിന് വേണ്ടിയിട്ടാണ്. ആ പേഴ്സൺ എനർജി വീണ്ടെടുത്തപ്പോൾ പോവും. അത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ പേഴ്സൺ പാസ്റ്റിൽ തന്നെയായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. കാരണം ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന സമയമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുത്ത സ്നേഹം ഈ പേഴ്സൺ കണ്ടിട്ടില്ല. അതായിരുന്നു സിറ്റുവേഷൻ ആ സമയത്ത്. ഓക്കെ, ഒരു മാരേജ് സിറ്റുവേഷൻ ആയിരുന്നു, ഒരു ഡിവോഴ്സ് ആയിരിക്കാം. ആ മാരേജ് ഡിവോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, മാരേജിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഈ പേഴ്സണ്, മനസ്സിലായി. അപ്പോൾ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നപ്പോഴാണ് ഈ പേഴ്സൺ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് വന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്, മനസ്സിലായോ? പക്ഷേ ആ റിലേഷൻഷിപ്പ് ആ പേഴ്സണിൻ്റെ മാരീഡായ പാർട്ട്ണറെ ആ പേഴ്സൺ ഉപേക്ഷിക്കാൻ റെഡി ആയിരുന്നില്ല. നിങ്ങൾ വെറുതെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു തണൽ മാത്രമായിരുന്നു ഈ പേഴ്സണ്, മനസ്സിലായോ? അപ്പോൾ ഡിവോഴ്സ് ഒന്നും നടത്താൻ ആ പേഴ്സൺ, ഡിവോഴ്സിൽ നിന്ന് ഒഴിവാകാനാണ് ആ പേഴ്സൺ ട്രൈ ചെയ്തത്. അപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വെച്ചത് ഈ പേഴ്സൺ. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. ടോറസ്, ലീബ്ര. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ആ പേഴ്സൻ്റെ ആ സമയത്തുള്ള ഫീലിങ്സ് എന്തായിരുന്നു? നിങ്ങളോട് എന്തായിരുന്നു ആ പേഴ്സൻ്റെ ഫീലിങ്സ്? നിങ്ങളോട് ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല ആ പേഴ്സൺ. നമുക്ക് എല്ലാം റിവേഴ്സ് കാർഡാണ് വരുന്നത്. പോസിറ്റീവ് കാർഡ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം റിവേഴ്സ് കാർഡാണ് ഈ പർട്ടിക്കുലർ റീഡിങ്ങിന്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നിങ്ങളെ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഒന്നുമില്ല. വെറുതെ ഒരു തണൽ മാത്രമായിരുന്നു. ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങളെ ഈ പേഴ്സൺ ഓർക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ
ചോയ്സ് എടുക്കാനായിട്ട് തൽക്കാലത്തേക്ക്, ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലത്തേക്ക് നിങ്ങളെ ആവശ്യം ഉണ്ടായിരുന്നു ഈ പേഴ്സണ്. അതാണ് ഈ പേഴ്സൺ ചെയ്തത്. ഇതൊരു റൈറ്റ് ചോയ്സ് അല്ല എന്ന് ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ റൈറ്റ് ചോയ്സ് അല്ല എന്ന് ഈ പേഴ്സൺ ഓൾവേസ് അറിയാമായിരുന്നു. അപ്പോൾ പേഴ്സൻ്റെ മൈൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. ഇതൊരു താൽക്കാലികമായ സിറ്റുവേഷൻ മാത്രമാണെന്ന് ഈ പേഴ്സണ് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് പക്ഷെ നിങ്ങൾക്ക് ബോധ്യമില്ലായിരുന്നു. അതാണ് പ്രശ്നമായത്. മനസ്സിലായോ? നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് ബെസ്റ്റ് പേഴ്സൺ. എല്ലാ തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് വെച്ചത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സൻ്റെ ഒരു പാർട്ട്ണറായിട്ടാണ് എന്നൊരു ചോയ്സേ ഉണ്ടായിരുന്നില്ല ഈ പേഴ്സണ്. ചിലപ്പോൾ ഇതൊരു സിംഗിൾ മദർ ആയിരുന്നിരിക്കാം. അവർക്കൊരു ഒരു ഒരു ആളുടെ ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത്. കൊച്ചിനെ നോക്കാനും കാര്യങ്ങൾ നടത്തിയിരുന്നു. പൈസയുടെ കാര്യത്തിനൊക്കെ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ. അത് ഈ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ കൊടുത്ത സഹായങ്ങളെല്ലാം ഇവർ ഏറ്റെടുത്തു. പക്ഷെ നിങ്ങൾ ഒരു ഗ്യാപ്പിൽ നിർത്തുകയാണ് ചെയ്തത്. അല്ലാതെ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് അവർ കണ്ടിട്ടുമില്ല, നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന്. നിങ്ങളത് വിചാരിച്ച് വെച്ചേക്കുകയാണ്. അപ്പം എന്താണ് നിങ്ങളോടുള്ള പാസ്റ്റ് ഫീലിങ്സ്? ആ സമയത്തുള്ള ഫീലിങ്സ് ഇതായിരുന്നു. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുത്തത്? ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു നിങ്ങളെ. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉഴപ്പല്ല ഈ പേഴ്സൺ കേട്ടോ. പക്ഷെ നിങ്ങളോട് പറഞ്ഞു വെറുതെ എനിക്ക് വേറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പോവുകയാണ്, ഞാൻ ഉഴപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ അങ്ങനെ ഒരു സ്നേഹിക്കപ്പെടാനായിട്ടുള്ള ഒരു ഇതുള്ള എനർജി അല്ല, ഞാൻ ഭയങ്കര ഉഴപ്പാണെന്നാണ് നിങ്ങളോട് ഈ പേഴ്സൺ പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ആക്ഷൻ എടുത്തത്. പ്ലെയർ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു എനർജി ഇല്ലേ, ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. അപ്പോൾ ഇതാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. കാരണം വിവാഹത്തിൽ ഹാപ്പി അല്ല, പക്ഷെ നിങ്ങൾ ഒരു റീപ്ലേസ്മെൻ്റ് ആയിരുന്നില്ല ഒരിക്കലും. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുമില്ല. മനസ്സിലാവണമെന്ന് വെച്ചാൽ ആ പേഴ്സൻ്റെ ലൈഫ് പാർട്ട്ണർ, ആ വിവാഹ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ആ പേഴ്സണെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരാളായിട്ടല്ല നിങ്ങളെ കണ്ടത്. നിങ്ങളോട് പറഞ്ഞു ഇതൊരു താൽക്കാലിക റിലേഷൻഷിപ്പ് ആണെന്ന്. അവസാന സമയമായപ്പോൾ ഈ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. നിങ്ങളോട് പറഞ്ഞുകൂടിയില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ തുറന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തു, നാളെ മാറുമായിരിക്കും, നാളെ എന്നെ സ്നേഹിച്ച് തുടങ്ങുമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ ആ പേഴ്സൺ അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങളോട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇല്ല ഈ പേഴ്സൺ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇറങ്ങിപ്പോയത് കേട്ടോ. പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതെ ഒരു ദിവസം അങ്ങോട്ട് അപ്രത്യക്ഷ ആയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തിരി ഉഴപ്പുള്ള എനർജിയാണ്. ഈ 2 പ്രാവശ്യം കാണിച്ചത് പ്ലെയർ എനർജി തന്നെയാണ്. ഇത് ഉഴപ്പുള്ള എനർജിയാണ്. ആദ്യം വിചാരിച്ച ഉഴപ്പില്ലാത്തൊരു എനർജിയാണ്, നിങ്ങളോട് അഭിനയിക്കാൻ അല്ല. നമ്മുടെ ഓവറോൾ എനർജിയിൽ ആ എനർജിയാണ് വന്നത്. ഇവിടെയും ആ എനർജി വന്ന് എന്ത് ആക്ഷനാണെന്ന് വെച്ചപ്പോൾ അതാണ് ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സമയം ആ പേഴ്സൺ വിവാഹം കഴിച്ചിരുന്ന ആളുമായിട്ടുള്ള പ്രശ്നം ഇത് തന്നെയായിരുന്നു. ഈ പേഴ്സൻ്റെ ഉഴപ്പായിരുന്നു ആ പേഴ്സൺ എപ്പോഴും പാരയായിട്ട് വന്നത്. അത് നിങ്ങളോടും അത് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ പോയതാണ് ഈ പേഴ്സൺ. ഇവിടെ ഏരീസ്, കാപ്രിക്കോൺ, ജെമിനായി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നെ ഇത് ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ റീഡിങ്. ഇനി ഞാൻ ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഫൈനൽ റീഡിങ്ങിൽ എന്താണ് തേർഡ് കാർഡ് എടുത്ത മൂന്നാമത്തെ കാർഡ് എടുത്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് എന്താണ് ഭഗവാനെ? പൂച്ചക്കുട്ടി ആ കാർഡ് മുഴുവൻ ചവിട്ടി ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. സോറി കേട്ടോ.
അവൻ ഉറങ്ങുകയാണ്. തൊട്ട് ഞാൻ എഴുന്നേറ്റിരുന്ന് പാട്ട് പാടാൻ തുടങ്ങും. അവിടെ അനങ്ങാണ്ടിരിക്കുന്നത്. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. അവൻ അങ്ങനെ വന്നിരിക്കാറില്ല. പിന്നെ ശല്യമില്ല അവനെ കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവനവിടെ ഇരുന്നത്. വേറൊരുത്തനുണ്ട്, അവനൊരു രക്ഷയില്ല, കാർഡ് വായിക്കാൻ സമ്മതിക്കില്ല. അത് നിങ്ങൾ അടുപ്പിക്കില്ല ഞാൻ. ഭഗവാനെ നമ ശിവായ, നമ ശിവായ. പൂച്ചകൾ നല്ല എനർജീസാണ്, അതുകൊണ്ട് പിന്നെ ഭഗവാനെ നമ ശിവായ, ഓം നമ ശിവായ, നമ ശിവായ. ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട് അവിടെ. ഭഗവാനെ. ഓക്കെ, മിസ്റ്റേക്സ്. കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ് എന്നുവെച്ചാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ഇതാണ് നിങ്ങൾ, ഈ സമയമാണ് നിങ്ങളുടെ ചെയ്ത തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം ഇതാണ്. അപ്പോൾ ആ തെറ്റുകൾ തിരുത്തണമെന്നാണ് പറയുന്നത്. കുറ്റബോധം കൊണ്ട് മാത്രം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോ കോൺടാക്റ്റിൽ പോയ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നു എനർജി? എംപറർ. ഇതൊരു അച്ഛനാണ്, താടി, നരച്ച താടി, പ്രായമുള്ള ഒരാളാണ്. ഒരു ബിസിനസ് ഓണർ ആയിരിക്കണം, ഒരു സാമ്രാജ്യത്തിന് ഉടമ പോലെയാണ് കാണിക്കുന്നത്. ഇഷ്ടംപോലെ പണമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുട്ടികളുള്ള ഒരു എനർജിയാണ്, മാരീഡാണ്. ഇതാണ് ആ പേഴ്സൻ്റെ ആ സമയത്തുള്ള എനർജി. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ അച്ഛനാവാനും വഴിയുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മേലിൽ വളരെ ആധിപത്യമുള്ള ഒരു എനർജി ആയിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. ഈ പേഴ്സൺ പറയുന്ന കാര്യം അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു എനർജി ആയിരിക്കണം. ഫാദർ ഓഫ് വോൺസ്, അത് കിങ് ഓഫ് അതന്നെ കിങ് ഓഫ് വോൺസ് ആണത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ മീൻസ് ആ സമയത്ത് നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുമാവാം ഇത്. ഒരു രാജാവും ഒരു ചക്രവർത്തിയാണുള്ളത്. ഈ ചക്രവർത്തിയാണ് ഏറ്റവും പവർഫുൾ. അപ്പോൾ ഈ പേഴ്സണാണ് നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ആൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ ഉത്തരവാദി. അപ്പോൾ ഈ കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞ ആൾ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനായിരിക്കാം. ഈ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണെ തുരത്തി ഓടിച്ചതായിരിക്കാം. ഒരു കള്ള ഉദ്ദേശത്തിൽ വന്ന ഒരാളെ ഒരു മകളുടെ അച്ഛൻ അല്ലെങ്കിൽ ഒരു മകളുടെ അച്ഛൻ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു തുരത്തി ഓടിക്കുകയാണ് ചെയ്തത്. അവരൊരു വിക്ടറി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പേഴ്സൺ വന്നത്. അപ്പോൾ നിങ്ങളുടെ അച്ഛനായിരിക്കാം ഈ പേഴ്സണെ ഓടിച്ചത്. അച്ഛനാവാം, അമ്മയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചേട്ടനാവാം. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ഏരീസ് ആണത്. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അത് മൊത്തം ഫയർ സൈനാണ് കാണിക്കുന്നത്. ആ 3 കാർഡും ഫയറാണ്, എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ എന്തായിരുന്നു ഈ പേഴ്സൻ്റെ പാസ്റ്റ് സിറ്റുവേഷൻ? അപ്പം ഈ പേഴ്സണെ ഓടിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കേട്ടോ, പറപ്പിച്ചതാണ് ആരോ. കാരണം ദുഷ്ടലാക്കോടെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ലൊരു ഇതിന് സമയത്ത് ആരോ അത് അറിഞ്ഞ് ഓടിച്ചതാണ്. നിങ്ങളെന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്? ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ ആ നോ കോൺടാക്റ്റിൽ പോയ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? ആ പേഴ്സൺ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതിൽ പക്ഷേ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം, ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ദുഷ്ടലാക്കോടെ വന്നതാണ്. പേഴ്സൻ്റെ ഉദ്ദേശം നിങ്ങളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള വിവാഹം, നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിക്കണം. എന്നിട്ട് നിങ്ങളുടെ സ്വത്തുക്കൾ മൊത്തം ഈ പേഴ്സൺ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഒരു പണിയും എടുക്കാതെ വെറുതെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് വളരെ സ്വാർത്ഥതയുള്ള ഒരു എനർജി ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ആരോ ഈ പേഴ്സണെ ഓടിച്ചത്. ഇത് ലിയോ ആണ്. ഈ പേഴ്സൺ ഭയങ്കര പ്രതീക്ഷയോടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് വന്നത്. അപ്പോൾ ദുഷ്ടലാക്കായിരുന്നു, വിവാഹം കഴിക്കണം തന്നെയായിരുന്നു ഉദ്ദേശം. വിവാഹം കഴിച്ചാൽ ലൈഫ് എൻജോയ് ചെയ്യാം, ഒരു പണിയും എടുക്കണ്ട, വളരെയധികം സ്വത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നൊരു ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളോട് വിവാഹം കഴിക്കാൻ വന്നത് ഈ പേഴ്സൺ കേട്ടോ. എല്ലാം ഒത്തു വന്നതാണ്. വളരെ കാലം കാത്തിരുന്ന് നിങ്ങളെ പറഞ്ഞ് പാട്ടിലാക്കി കല്യാണത്തിലേക്ക് വന്നതാണ്. പക്ഷെ ഇവിടെ 3 ഓഫ് വോൺസ്, 3 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് കപ്സും കാണിക്കുന്നത് 2, 3, 4 പ്രോഗ്രസ്. ഈ സിറ്റുവേഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വന്നു, നിങ്ങൾ സിംഗിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട്
അതൊരു 2ലേക്ക് പോയി. 2 ഓഫ് കപ്സ് ഓഫറാണ്. 2 കഴിഞ്ഞ് 3ലേക്ക് വന്നു, 3 ഓഫ് പെൻറ്റക്കിൾസ്. അത് കഴിഞ്ഞ് 4 ഓഫ് വാൻസ്. അപ്പോൾ ഇതൊരു പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ടട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഗ്രസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ പേഴ്സണെ ഓടിച്ചത്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് ഈ പേഴ്സണിൻ്റെ ട്രാപ്പിൽ വീഴുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ എന്തോ നല്ല കാലത്തിന് നിങ്ങൾ അതിൽ പെടാതെ പോയി. മനസ്സിലാവുണ്ടോ? ലക്കാണ് നിങ്ങളുടെ ലിയോ ടോറസ്. വിവാഹം നടന്നില്ല. വിവാഹം കഴിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. അത് സ്നേഹം കൊണ്ടുള്ള വിവാഹമല്ല, സ്നേഹം അഭിനയിച്ചതാണ്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പിന്നെ ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ എന്തായാലും നിങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം ഈ പേഴ്സൺ കൊണ്ടുപോകും. മനസ്സിലായി? അതാണ് ഉദ്ദേശം, അതായിരുന്നു ഉദ്ദേശം. നിങ്ങളോടുള്ള പേഴ്സണ് ശരിക്കുള്ള ഫീലിങ്സ് എന്തായിരുന്നു? ഏസ് ഭയങ്കര നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശരിക്കുള്ള ഫീലിങ്സ് 2 ഓഫ് കപ്സ് ആയിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി വിവാഹം കഴിച്ച, ചിലപ്പോൾ വിവാഹ തട്ടിപ്പൊക്കെ ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നിരിക്കാം. ഇങ്ങനെ പെൺകുട്ടികളെ ആണുങ്ങളെ ഒക്കെ പാട്ടിലാക്കി, സ്ത്രീകളും ഉണ്ടല്ലോ വിവാഹ തട്ടിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതും അധികം പുറത്ത് വരാറില്ല എന്ന് മാത്രം. അബലകളാണല്ലോ ഞങ്ങൾ സ്ത്രീകൾ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു നാണക്കേടായിരിക്കും, അതുകൊണ്ടായിരിക്കും പുറത്ത് വരാത്തത്. എന്തായാലും ഇവിടെ കാണും. പിന്നെ അതൊരു 1 2 പ്രോഗ്രസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കണ്ട് സംസാരിച്ചു, നിങ്ങളുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഒരു 2 ഓഫ് കപ്സ് നിങ്ങളെ സ്നേഹിക്കുന്നതൊക്കെ ആയിട്ട് അഭിനയിച്ചു. പക്ഷേ ആ പേഴ്സൺ ഓൾറെഡി, രസം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ വേറെ വിവാഹം കഴിച്ച ആളാണ്. അല്ലെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും വേറെ ഓൾറെഡി ഒരു ഭർത്താവുള്ള അല്ലെങ്കിൽ ഭാര്യയുള്ള ഒരു എനർജിയാണ്. എന്നിട്ടാണ് നിങ്ങളോട് സ്നേഹം അഭിനയിച്ചത്, കാരണം നിങ്ങളുടെ സ്വത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ 2 ഓഫ് കപ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെ കാണിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ സ്നേഹിച്ചിരുന്നു ഈ പേഴ്സൺ. ചിലപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ആ വിവാഹം കഴിക്കുന്നവരെയും ആ പേഴ്സണെ സ്നേഹിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വയം വിശ്വസിക്കും. പ്ലെയറാണത്, തമാശയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ സ്വയം വിശ്വസിക്കും, എനിക്ക് അവരെ ഇഷ്ടമാണ്, എനിക്ക് അവരില്ലാണ്ട് പറ്റില്ല. പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഇവരുടെ ആവശ്യമുണ്ടോ, പൈസയൊക്കെ കിട്ടിയല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. വളരെ കണ്ണിങ് ആയ, വളരെ സില്ലി ആയിട്ടുള്ള ഒരു എനർജിയാണ്, വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ, എത്ര വയസ്സുള്ള ആളാണെങ്കിലും. അപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു, ഈ പൈസ കിട്ടുമോ. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രീനപ്പൊക്കെ ഇപ്പോൾ സൈൻ ചെയ്യിപ്പിക്കും. പൈസയുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പൈസയുള്ള ഒരാളെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ പ്രീനപ്പ് സൈൻ ചെയ്യുന്നു വെച്ചാൽ ഡിവോഴ്സ് സമയത്ത് ഒരു പൈസയും കിട്ടില്ല എന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. അത് ഈ പേഴ്സൺ സമ്മതിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് പോകണം എന്നാണ്. അപ്പോൾ പ്ലെയറാണിത്. പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് പോയി, പെട്ടെന്ന് നിങ്ങളെ പാർട്ടിലൊക്കെ പെട്ടെന്ന് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടുകാരെ അറിയാനിട വന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ ചേട്ടനോ ആരെങ്കിലും, നിങ്ങൾക്കറിയില്ലായിരിക്കും. അപ്പോൾ ഈ പേഴ്സണെ പറപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊരു ഒബ്സസീവ് എനർജിയാണ്, ഡെവൽ എനർജിയാണ്. നിങ്ങൾക്കൊരു പ്രാരാബ്ധമായിട്ട് മാറിയാണ് ഈ എനർജി. മനസ്സിലായി? നിങ്ങളോട് ഭയങ്കരമായിട്ട് അഭിനയിച്ചൊരു എനർജിയാണ്. നിങ്ങൾക്കിതൊന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. കാരണം നിങ്ങൾ ശിശുവാണെന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ. കാപ്രിക്കോൺ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ ആ പേഴ്സണെ, അപ്പോഴത്തെ അവരുടെ പാർട്ട്ണറെ തപ്പിപ്പിടിച്ചു നിങ്ങളുടെ ഈ ആരാണോ, അച്ഛനോ ചേട്ടനോ എന്തോ. എന്നിട്ട് അപ്പോൾ പിന്നെ ഈ പേഴ്സൺ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓടിക്കളഞ്ഞു. നമുക്ക് ക്വീൻ ഓഫ് വാൻസും കിങ് ഓഫ് വാൻസും ആണത്. അപ്പോൾ ഇവർ ഓൾറെഡി, ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരുന്നു, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങളെ പറഞ്ഞ് മയക്കി കല്യാണം കഴിക്കാൻ പോയതാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുത്തത്? ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒളിവിൽ പോവുകയാണ് ചെയ്തത്. നോക്ക്, ഐസൊലേഷൻ, ഒളിവിലാണ് ഇപ്പോൾ പേഴ്സൺ പോയത്. മനസ്സിലാവുണ്ടോ? കാരണം കണ്ടു കഴിഞ്ഞാൽ കൈയും തല്ലുപിടിക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും രായ്ക്ക് രാമാനി പേഴ്സൺ ഓടി, നോ കോൺടാക്റ്റിൽ പോയി. പിന്നെ ഇതുവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവില്ല പേഴ്സൺ, ധൈര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, പക്ഷേ ഈ പേഴ്സൺ പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ ഫാമിലി ഇത് കണ്ടുപിടിക്കുന്നു. അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. പേഴ്സൻ്റെ കല്യാണത്തിനെ കുറിച്ചിട്ട് ഓൾറെഡി മാരീഡ് ആണെന്ന കാര്യം നിങ്ങളുടെ വീട്ടുകാരെ കണ്ടുപിടിച്ചു. മനസ്സിലായോ? അത് നിങ്ങളുടെ ഈ പേഴ്സണ് ഭയങ്കര ഒരു അടിയായിപ്പോയി. അങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച് കരഞ്ഞുകൊണ്ടിരുന്നതാണ്, ടാരോ റീഡിങ് കണ്ടുകൊണ്ടിരുന്നതാണ്, എന്ത് പറ്റി, എവിടെ പോയി എന്ന് തന്നെ. അപ്പോൾ വിവാഹത്തിന് മുമ്പേ നോ കോൺടാക്റ്റിൽ പോയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. വളരെ പാഷനറ്റ് ആയിരുന്നു, പക്ഷേ മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു എനർജിയാണിത്. അടി ഉണ്ടാക്കാനൊന്നും ആഗ്രഹിച്ചില്ല ഇവരോട്, നിങ്ങളുടെ ഫാമിലിയായിട്ട്. കാരണം നിങ്ങളുടെ ഫാമിലി കുറച്ച് പവർഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും
നിങ്ങളുടെ ഫാമിലിയായിട്ട് അടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന്, അതുകൊണ്ട് മുങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ഒഴിവായെന്ന് വിചാരിക്കുക. താങ്ക്സ് പറയാം ദൈവത്തോട്. വെർഗോ, കാപ്രിക്കോൺ, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു ഈ പേഴ്സണ്. നിങ്ങളൊന്നും അറിഞ്ഞില്ല, അത് നിങ്ങളുടെ ഭാഗ്യം. ലിയോ, ടോറസ്, ഭവാനി, ഏരീസ്. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ് ഇവിടെ വെച്ചിട്ട്. ഈ നിമിഷം വരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും സമൃദ്ധമായിട്ട് തരാൻ ഇടവരട്ടെ എന്ന് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.